അപ്പൊ അതുപോലെ നമ്മുടെ ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏകദേശം പകുതിയോളം പേര് തന്നെ ആ ഫോമത്തിൽ വ്യക്തമായി മനസ്സിലായി. അവര് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല. സിൽവർ ജൂബിലിയാണ് നമ്മുടെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു എന്താണ് നമ്മുടെ മറ്റൊരു ഏറ്റവും വലിയ ഫംഗ്ഷൻ. സിൽവർ ജൂബിലി ഞാനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ 3 പേരും കൂടെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ ആലോചനയിട്ടു. കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വൻപിച്ച വിജയമാക്കി തീർത്ത പരിപാടിയാണ് നമ്മുടെ സിൽവർ ജൂബിലി. അത് ദീപ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു വരുന്ന നമ്മുടെ ശാഖ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഒരു വമ്പൻ പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഓം ഹംസാഭ്യാം പർവത്രപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം അദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദിഭം ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അവതാരവരിഷ്ഠന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ സർവമംഗളസിദ്ധയേ. ഓം വിശ്വം വ്യാപിനമാതിദേവമലം നിത്യം പരം നിഷ്കളം നിത്യോദ്ബുദ്ധ സഹസ്രപത്രകമയം സുഖൈകനിലയം സത്യം ശിവം സപ്രഭം ധ്യായേത് ഹംസപദം പരാത് പരതരം സ്വച്ഛന്ദ സർവാഗമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യോഗത്തിന്റെ അധ്യക്ഷൻ ഏറെ ബഹുമാനപ്പെട്ട മോഹൻ സാറ്, പ്രിയപ്പെട്ട വാഴമുട്ടം ചന്ദ്രബാബു സാറ്, മാതൃഭൂമിയുടെ പ്രവർത്തകനായിട്ടുള്ള പ്രിയപ്പെട്ട പ്രദീപ് ചന്ദ്രൻ അവർകൾ, ശാഖയുടെ പ്രസിഡന്റ് സതികുമാർ, സെക്രട്ടറി ഷാജിമോൻ, ശാഖയുടെ മറ്റ് ഭാരവാഹികളെ, വനിതാ സംഘത്തിന്റെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇപ്പോ ഇവിടെ നടക്കുന്നത് ഹോമമന്ത്രം രചനാ ശതാബ്ദി ആഘോഷത്തിന്റെ സമ്മേളനമാണ്. ഈ മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗുരുവിനാൽ വിരചിതമായിട്ടുള്ള ഹോമമന്ത്രത്തിനെ കുറിച്ച് ഓർക്കുകയും അതിന് ഒരു ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നതും അതേറെ യോജിച്ചതായി എന്ന് പറയാതെ വയ്യ. മുട്ടയ്ക്കാട് ശാഖയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവിടെ വരുമ്പോ ഓഫീസ് മന്ദിരത്തില് പല ആവശ്യങ്ങൾക്കും വരുമ്പോ സുഹൃത്തുക്കളെയൊക്കെ കാണാനും പ്രിയപ്പെട്ട ഷാജിമോന്റെ നിർബന്ധം കൊണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോ ആ പരിമിത സൗകര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ആ സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകുന്ന ആ പ്രവർത്തകരുടെ മനസ്സ് എനിക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളേ ഉള്ളൂ എങ്കിലും സംഘടനയുടെ കാര്യത്തിൽ, പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും കാണിക്കാതെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഷാജിമോനും സഹപ്രവർത്തകരും അംഗക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ശാഖകളിലും പോയി കാര്യങ്ങൾ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം നീക്കുപോക്കുണ്ടായതായിട്ട് കണ്ടില്ല. പക്ഷെ ആഗ്രഹത്തിന്റെ
ആവശ്യത്തിന്റെ ഗൗരവം കുറച്ചുകൂടി ഗൗരവമായിട്ട് ശക്തമായ ഭാഷയിൽ, ഉഗ്രമായ ഭാഷയിലൊക്കെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു നിമിത്തം പോലെ ഉദയാമണികണ്ഠന്റെ മനസ്സിൽ തോന്നിയ സമർപ്പണം അത് കാലം കാത്തുവച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും, ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഉദയാമണികണ്ഠന് ഇത് കൊടുക്കാതെ തരമില്ല. ഷാഹിക്ക് വേണ്ടി സമർപ്പിക്കും. അത് ഇത്രയും ഉയർന്ന നിലയിൽ ഇവിടെ പ്രകാശപൂരിതമായ ഒരു മന്ദിരമായി ഇവിടെ ഭവിക്കും എന്നുള്ളത് ഗുരു നിയോഗത്താൽ സംഭവിച്ചത് തന്നെയാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോ ഈ മന്ദിരത്തിന്റെ ആകാരവും അതിന് കൊടുത്തിരിക്കുന്ന നിറവും അതിനുള്ളിലിരിക്കുന്ന ഗുരുദേവ വിഗ്രഹവും ഒക്കെ കണ്ടപ്പോ 100% തികഞ്ഞ യോജിപ്പോടു കൂടിയാണ് എല്ലാം വന്നു ചേർന്നിരിക്കുന്നത്. പലപ്പോഴും SNDP യോഗത്തിന്റെ ശാഖകൾക്ക് മഞ്ഞ നിറം കൊടുക്കുക എന്നൊരു പൊതുവെ ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ ഇവിടെ ഈ മഞ്ഞ നിറം ഇവിടെ വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറത്ത് മഞ്ഞയാണെങ്കിലും അകത്ത് ഒരു ഭിത്തിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മഞ്ഞയാണെങ്കിലും അത് വളരെ പ്രതിഫലിക്കുന്നതാണ്. ഉള്ളിൽ ഇവിടെ വരുന്ന ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും അതവന്റെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നതിനിടയായി തീരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇവിടെ ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ഗുരുദേവ വിഗ്രഹം അത് ഏറെ ചൈതന്യം നിറഞ്ഞതാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത് നിർമ്മാണത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ഭഗവാന്റെ ഇഷ്ട സങ്കേതമായിട്ടുള്ള കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ ഭഗവാൻ സന്നിധാനം ചെയ്ത, അനേകം പ്രാവശ്യം സന്നിധാനം ചെയ്ത നാഗമ്പടം ക്ഷേത്രത്തിന്റെ തേന്മാവിന്റെ ചുവട്ടിൽ ആരാധിച്ച് അവിടുത്തെ മേൽശാന്തി വളരെ മനസ്സോടുകൂടി ആരാധന നടത്തി ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ചൈതന്യത്തെ ചേർത്ത് വെച്ച് അവിടുന്ന് ആ വിഗ്രഹവുമായിട്ട് ശിവഗിരിയിലെത്തി ശിവഗിരിയിലെ ആരാധനയും സ്വീകരിച്ചാണ് കുന്നുംപാറ ക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹത്തെ കൊണ്ടുപോയത്. ആ കുന്നുംപാറ ക്ഷേത്രത്തിലെ മുഴുവൻ കാന്തിക തരംഗങ്ങളും ഈ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ മോഹന സാർ സൂചിപ്പിച്ച പോലെ ആകാരത്തിലുള്ള ഒരു ഭംഗി, ആ നിർമ്മാണത്തിൽ അതിന്റെ വാർത്തതിലുള്ള ഒരു ഭംഗി, ഒരു ട്രെയിനിങ് ആണ് ഇവിടെ ഷാജിമോന് കിട്ടിയിരിക്കുന്നത്. ഷാജിമോന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതിയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന ക്രമീകരണവും എല്ലാം SNDP യോഗത്തിൽ വന്ന പ്രവർത്തനത്തിലൂടെ വന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അതും SNDP യോഗത്തിലൂടെ തന്നെ സംഭവിച്ചതാണ്. നാം ഒന്ന് പരിശോധിച്ചാൽ SNDP യോഗത്തിലൂടെ പ്രവർത്തിച്ചു വന്നിരിക്കുന്നവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, TK മാധവൻ, സഹോദരൻ അയ്യപ്പൻ, C കേശവൻ, R ശങ്കർ വരെയുള്ള പേരുകൾ നമുക്കറിയാം. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് നമുക്കറിയാം. പിന്നീട് ഏത് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് നമുക്കറിയാം. ഏറ്റവും അവസാനം ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയുന്നുള്ളൂ. കാരണം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വിമർശനങ്ങളും ഉണ്ടാവുന്നത്. SNDP യോഗത്തിന്റെ ഒരു വൈസ് പ്രസിഡന്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ പൽപ്പുവിന്റെ പേര് പറയും. അത് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് തുഷാർ വെള്ളാപ്പള്ളി മാത്രമേ ഉള്ളൂ. കാരണം ശാഖകൾ തോറും നടന്ന് പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പൊ ഇവിടെയാണെങ്കിൽ പോലും ഇത്തരം ഒരു മന്ദിരം ഇവിടെ ഉയരുന്നു എന്ന് അറിഞ്ഞപ്പോ അവിടെ വെക്കാനുള്ള ഗുരുദേവ വിഗ്രഹം അദ്ദേഹം സമർപ്പിക്കുകയാണ്, പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ലേ? അപ്പൊ അത്രത്തോളം വികസനം കണ്ടുകൊണ്ട്, സാമ്പത്തിക ചെലവഴിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഷാജിമോൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഷാജിമോനെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം, അടിസ്ഥാനമില്ലാതെ. യാതൊന്നും നമ്മൾ അറിയണമെന്നില്ല, ചുമ്മാ ആരോപണങ്ങൾ പറയാം, ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വിശ്വസിക്കുന്ന ഒരു 10 പേരുണ്ടാവും, അത് സംഘടനയ്ക്ക് ദോഷം ചെയ്യും. ഇത് കേൾക്കുന്ന ഷാജിമോന്റെ ആ ഒരു ഊർജത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും. ഈ വിമർശനങ്ങൾ ഒരിക്കലും പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോട്ടെ എന്നങ്ങ് വിചാരിച്ചേക്കണം.
ഇതിന് തക്കതായ വേദികൾ ഉണ്ടാവും, പൊതുയോഗമുണ്ടാകും, സദസ്, മറ്റ് പൊതുയോഗങ്ങൾ, വിശേഷാൽ പൊതുയോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ നമുക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചോദിക്കുന്നത് പരിധിയിൽ നിന്ന് ചോദിക്കണം. അതല്ലാതെ നമ്മുടെ മിടുക്ക് കാണിക്കുവാനായിട്ട് വഴിയോരങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ നിന്ന് SNDP യോഗത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്, മോശമാണ്, ഞാൻ മിടുക്കനാണ് എന്ന് ധരിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അത് അവർക്കും ഹാനികരമാണ്, സംഘടനയ്ക്ക് ഹാനികരമാണ്. ഞാനിത് പറയുന്നത് ഹോമമന്ത്രം എന്നത് സംസ്കരണത്തിന്റെ ഒരു പാഠമാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനുമതി കൊടുക്കുമ്പോ നാഗമ്പടത്തിന്റെ തിരുമണ്ണിൽ തേന്മാവിന്റെ ചൂട്ടിലിരുന്ന് ഭഗവാൻ അനുമതി കൊടുക്കുമ്പോ വിദ്യാഭ്യാസമാണ് ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനമെന്ന് അഷ്ടലക്ഷ്യങ്ങളാണ് ഗുരുദേവൻ ഉപദേശിച്ചത്. ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസത്തെയാണ്. ഒരു തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ ആത്മീയമായ ഒരു ചിന്തയോടുകൂടി വഴിപാടും അല്ലെങ്കിൽ പ്രദക്ഷിണവും ഒക്കെ ആയിട്ട് തീരേണ്ട ആ ഒരു ചടങ്ങിനെ ആത്മീയമായ വികാസത്തിന് വേണ്ടി ഭൗതിക വികാസം ഉണ്ടായേ മതിയാവൂ എന്ന് കണ്ട് ഗുരുദേവൻ പറഞ്ഞു, ആദ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം. വിദ്യാഭ്യാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കരണമാണ്, ശുദ്ധീകരണമാണ്. നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് സ്വർണമായിട്ടല്ല. ആ ലോകസങ്കരത്തെ സംസ്കരിച്ച് അതിൽ നിന്ന് സ്വർണത്തെ വേർപെടുത്തി അതിനെ ആഭരണങ്ങളാക്കി ഒരുപാട് മർദ്ദനങ്ങളിലൂടെ അത് കമ്മലും വളയും മോതിരമൊക്കെ ആയി മാറുമ്പോൾ നമ്മളത് ധരിക്കുകയാണ്. അതിന്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് അടിയും തൊഴിയും ഇടിയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സംസ്കരിച്ചാണ്, ശുദ്ധീകരിച്ചാണ് മനോഹരമായ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു മനുഷ്യന് അവൻ നല്ല മനുഷ്യനാകണമെങ്കിൽ, മനനം ചെയ്യുന്നവനാകണമെങ്കിൽ അവന് വിദ്യാഭ്യാസം ഉണ്ടാവണം. വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ ശുചിത്വബോധമുണ്ടാവൂ എന്ന് ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുകയായിരുന്നു. ആദ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം. വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാക്ശുദ്ധിയും എല്ലാം അവൻ കൃത്യമായി പാലിക്കും. എവിടെയെങ്കിലും പോകുമ്പോ, യാത്ര പോകുമ്പോ അവിടെ അവിടെ ധരിക്കേണ്ട വസ്ത്രം, അല്ലെങ്കിൽ വേറെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു മരണ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ പോവേണ്ടത്, അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവന്റെ ഉള്ളിൽ വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവിലേക്ക് വരും. ആ തിരിച്ചറിവിലൂടെ ശുചിത്വ ബോധത്തിലേക്ക് വരും. വിദ്യാഭ്യാസവും ശുചിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ഈശ്വരഭക്തിയെ തിരിച്ചറിയാൻ കഴിയൂ. അറിവില്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയെ പോയി തേങ്ങ അടിക്കുക, ഉരുളുക, ചരട് കെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതെല്ലാം ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവനാണെങ്കിൽ, വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ, ശുചിത്വബോധമുള്ളവനാണെങ്കിൽ എങ്ങനെ ആരാധന നടത്തണം, ഇതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രചരണങ്ങളിൽ വാസ്തവമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടൊക്കെ അവന്റെ മനസ്സിനെങ്കിലും പോവാതിരിക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും കഴിഞ്ഞിട്ടാണ് നാലാമതായിട്ടാണ് സംഘടനയെ കുറിച്ച് ഗുരു പറയുന്നത്. സംഘടന, ഒരു സംഘടനയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് പ്രൈമറി ആയിട്ട് ഈ 3 കാര്യങ്ങൾ കഴിയണം. വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും കഴിഞ്ഞെങ്കിൽ മാത്രമേ അവന് യോഗ്യതയുണ്ടാവൂ സംഘടനയിൽ പ്രവർത്തിക്കുവാൻ. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളിന് പ്രൈമറി വേണ്ട ഗുണങ്ങളാണ് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. യഥാർത്ഥമായ ഈശ്വരഭക്തി ഉണ്ടാവണം. സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രസിഡന്റ് എങ്ങനെയാവണം, സെക്രട്ടറി എങ്ങനെയാവണം, കമ്മിറ്റിക്കാരെങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും. അവിടെ ഒരു വിധേയ സ്വഭാവം ഉണ്ടാവും. ഗുരുവിനെ ആരാധനാമൂർത്തിയായി കണ്ടുകൊണ്ട്, ഗുരുവിന്റെ ഒരു കമാൻഡായി മാത്രം കണ്ടുകൊണ്ട്, ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിട്ട് മാത്രം ധരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനം നടത്തുക. അവിടെ ഉയർച്ചയുണ്ടാവും. നിങ്ങൾ കുമാരനാശാൻ ഗുരുവിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും കുമാരനാശാൻ ഗുരുവിനോടൊപ്പം ഇരുന്നിട്ടില്ല. 1928 ജനുവരി മാസം 9-ാം തീയതി കൂർക്കഞ്ചേരിയിൽ വെച്ച് ധർമ്മസംഘം സ്ഥാപിക്കുമ്പോ അന്ന് കൂടിയ സ്വാമിമാരെല്ലാരും കൂടി ഗുരുവിനെ ചേർത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തപ്പോഴും ഗുരുദേവൻ മാത്രമേ അവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. നടരാജഗുരു ഉൾപ്പെടെ, ബോധാനന്ദ സ്വാമികൾ ഉൾപ്പെടെ എല്ലാവരും നിലത്തിരിക്കുക, ബാക്കിയുള്ളവർ നിൽക്കുകയും.
അപ്പൊ ഗുരുവിനോടൊപ്പം ഇരിക്കാൻ നിൽക്കാൻ അന്നത്തെ ആ സ്വാമിമാര്, ഗുരുവിനെ കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ട ആ അന്നത്തെ മഹാത്മാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നോ ഗുരുദേവൻ അവിടെ ഇരിക്കട്ടെ, കുടുംബയോഗത്തിന്റെ വാർഷികമായിക്കോട്ടെ, മൈക്രോ യൂണിറ്റിന്റെ വാർഷികമായിക്കോട്ടെ, SNDP യോഗം എന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ വസ്തുതകൾ മറന്നുകൊണ്ട് അവിടെ മത്സ്യമാംസാദികളോ ബിരിയാണിയോ ഒക്കെ വിളമ്പുന്നു. കഴിഞ്ഞ വർഷം ഒരു വനിതാ സംഘം തന്നെ ബിരിയാണി ചലഞ്ച് നടത്തി. എന്തിനാണെന്നറിയാമോ? കെട്ടിടം പണിയാനായിട്ട്. അതിനകത്ത് സത്യവിരുദ്ധമായ കാര്യം നമ്മളൊന്ന് ഓർക്കണം. നമ്മളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു, പക്ഷെ അവര് വളരെ താമസിച്ചു പോയെന്നാണ് അറിഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള വാസ്തുത മനസ്സിലാക്കാൻ. എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്? അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും പ്രൈമറി ആയിട്ടുണ്ട്, പ്രാഥമികമായി ഉണ്ടാവുമ്പോൾ ഈശ്വരഭക്തി എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും, സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ പഠിക്കും. നമ്മുടെ വീടൊരു ചെറിയ സംഘടന തന്നെയാണ്. അച്ഛൻ പ്രസിഡന്റ് ആണെങ്കിൽ അമ്മ അവിടെ സെക്രട്ടറിയാണ്, മക്കളൊക്കെ കമ്മിറ്റി അംഗങ്ങളാണെന്ന് മനസ്സുകൊണ്ടൊന്ന് ഓർത്തു നോക്കിക്കേ. പ്രസിഡന്റ് പറയുന്നത് കേൾക്കാത്ത സെക്രട്ടറി ആണെങ്കിൽ വീടെങ്ങനെ നല്ല ഒരു സംഘടനയായി പ്രവർത്തിക്കും? പ്രസിഡന്റും സെക്രട്ടറിയും പറയുന്നത് കേൾക്കാത്ത കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ ആ വീട് എങ്ങനെ സമാധാനവും സന്തോഷവുമായിട്ട് പോകും? ഗുരു ഇത് വെറുതെ പറയുന്നതല്ല, ഈ കാര്യങ്ങളെല്ലാം അറിവുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. പ്രസംഗിപ്പിക്കണമെന്നും പ്രഭാഷണം നടത്തണമെന്നും അല്ല ഗുരു നമ്മളോട് ഉപദേശിച്ചത്. ഈ അഷ്ടലക്ഷ്യങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിക്കണം. ഒരു കഥ പറയുന്നത് പോലെ അവർ കേട്ട് മനസ്സിലാക്കണം, എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം, നാട്ടിൽ ചെന്നത് പ്രചരിപ്പിക്കണം. നമ്മൾ ആചരിക്കുന്നത് മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നും ഗുരു നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ഗുരുവിന്റെ തത്വദർശനത്തെ ശരിയായ അർത്ഥത്തിലും അളവിലും മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ പരിവർത്തനം ഇവിടെ ഈഴവർക്ക് മാത്രമല്ല, സമുദായത്തിന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് സവിശേഷത. ഗുരുവിന്റെ തത്വദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും ഏതൊക്കെ സമുദായങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അവരുടെ വളർച്ചയിൽ, അവരുടെ പുരോഗതിയിൽ അവരോടൊപ്പം ചേർന്ന് അവരുടെ വളർച്ചയിൽ ഉണ്ടായ കാതലായിട്ടുള്ള കാര്യത്തെ മനസ്സിലാക്കണം. അവരുടെ പുരോഹിതൻ പറയുന്നത് അനുസരിക്കും, സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ പുരോഗതി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇടയിൽ നമ്മളെല്ലാം ഓരോരോ ചെറിയ ചെറിയ സംഘടനകളാണ്. നമ്മുടെ വീടുകൾ, എത്രയോ ആളുകൾ ഇവിടെ ശാഖയിലേക്ക് അവരുടെ വിഹിതം കൊടുക്കാതിരിക്കുന്നുണ്ട്. വലിയ കൃത്യവിലോപമാണ്. വലിയ കൃത്യവിലോപം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ആ കുടുംബത്തിലുണ്ട്. കാരണം ഒരു വർഷം ഇത്ര രൂപ ദേവസ്വത്തിന്റെ വികസനത്തിന് വേണ്ടി, ഇവിടെ പബ്ലിക്കിന്റെ ആവശ്യത്തിന് വേണ്ടി, പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ഒരു വിഹിതം ഇവിടെ നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്ന തുക ഒരു കലണ്ടർ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു ഉടമ്പടിയാണ് പൊതുയോഗത്തിൽ വെച്ച് നമ്മൾ സമ്മതിച്ചു പോകുന്നത്. അത് കൊടുക്കാതെ കൈവശം വെച്ചുകൊണ്ട് കുടിശ്ശികയാക്കി തുടരുന്നതിനപ്പുറം വേറൊരു ഗുരുനിന്ദയില്ല. അത് കൈവശം ഇരിക്കുന്നിടത്തോളം കാലം അശാന്തിയായിരിക്കും. അത് കൊടുത്ത് തീർത്ത് നോക്കൂ. ദേവസ്വത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള തുക നിങ്ങളുടെ കൈവശം ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ പുരോഗതി ഉണ്ടാവുക? കൈവശം ഇരിക്കുന്ന തുക, പാസ്ബുക്കിൽ കുടിശ്ശികയായി കിടക്കുന്ന തുക നിങ്ങൾ തിരിച്ച് ഇവിടേക്ക് ഏൽപ്പിക്കുമ്പോൾ, ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് അത് ഏൽപ്പിക്കുമ്പോൾ അതിനൊരു ആശ്വാസം ആദ്യം ഉണ്ടാവും, പുരോഗതി പിന്നീട് അവിടെ ഉണ്ടാവും. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ഏതാണ്ട് 6 ലക്ഷത്തി ചില്ലുവാനൻ രൂപ ഇപ്പോ ഷാജിമോന്റെ ഭരണസമിതിയുടെ ബാധ്യതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാധ്യതയിലേക്ക് വിടാതെ ഈ അടുത്ത ഡിസംബറിന് മുമ്പ് അവരെ അതിൽ നിന്നും രക്ഷിക്കേണ്ടത്, മാറ്റേണ്ടത് ഇവിടുത്തെ ഓരോ അംഗങ്ങളുടെയും ചുമതലയാണ്. 220ഓളം അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ചുമതലയാണ്, അല്ലെ അവരുടെയും കൂടെ ആവശ്യമാണ് ഇത്തരം ഒരു മന്ദിരം ഇവിടെ വന്നിരിക്കുന്നത്. കുടിശ്ശികയായി കൈവശം വെച്ചിരിക്കുന്ന തുക ആരും അറിയാതെ രസീത് വാങ്ങി പണമടച്ചാൽ അതിൻ്റെ ഒരു ആശ്വാസം നിങ്ങൾക്കുണ്ടാവും,
പുരോഗതി ശാഖയ്ക്കുമുണ്ടാവും. ഹോമമന്ത്രം എന്നത് സംസ്കരണത്തിന്റെ മന്ത്രമാണ്. നമുക്ക് സംസ്കരിക്കുവാൻ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ രീതികളെ സംസ്കരിച്ച് നല്ല തെളിമയാർന്ന ഒരു നല്ല ലോകത്തേക്ക് പോകുവാൻ ഈ ഹോമമന്ത്ര രചനാ ശതാബ്ദി ആഘോഷത്തിൽ എനിക്ക് സംസാരിക്കാൻ ഇടവന്നു എന്നുള്ളത് എന്റെ നാവിലേക്ക് ഭഗവാൻ തന്ന വാക്കുകളായിരിക്കാമവ. ഒന്നും ബോധപൂർവം പറഞ്ഞതല്ല. ഇതെല്ലാം ഇവിടെ പറയണമെന്ന് ഗുരു നിയോഗിച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന ആളുകൾ, ഈ ശാഖയിലെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ, ഈ ചതയ ദിനം 7-ാം തീയതിയാണ്, സെപ്റ്റംബർ 7 തിരുചതയം. അന്ന് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഇവിടെ വരുമ്പോ പാസ്ബുക്കുമായി, അതിനുള്ളിൽ നിങ്ങളുടെ കുടിശ്ശികയുമായി ഇവിടെ വന്ന് മുഴുവനുമായിട്ട് അടച്ചു ചേർക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കുന്നത്, നിങ്ങളുടെ ധർമ്മം നിർവഹിക്കുന്നത്. എങ്കിൽ മാത്രമേ SNDP യോഗത്തിന്റെ വക്താക്കളായി സംസാരിക്കാൻ പോലും നമുക്ക് യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ഏത് എന്റെ ശബ്ദം എത്തുന്ന ഈ ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്ന ആളുകൾ, ഇത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ മനസ്സ് വെച്ചാൽ അതൊരു പുതിയ തിളക്കത്തിന്റെ, സംസ്കരണത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള വിഷയം, അതിന്റെ ശതാബ്ദി ആഘോഷം നടത്തുന്ന ഈ പുണ്യമായ വേദിയിൽ അതിന് ഉദ്ഘാടനം നടത്തുക എന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വം, അത് ഗുരു തന്ന ഒരു പ്രസാദമായി കരുതിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാജിമോനും അതുപോലെ മുഴുവൻ ഭാരവാഹികൾക്കും എൻ്റെ നിറഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ രചനാ ശതാബ്ദി ആഘോഷ സമ്മേളനം ഭഗവത് നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്തേ. മറ്റ് കമ്മിറ്റി ഭാരവാഹി അംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമാണ് ഇന്നിവിടെ നിൽക്കുമ്പോൾ. ഒരു 4 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു ഓഫീസ് റൂം പ്രവർത്തിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഈ ഭൂമിദാതാവിൻ്റെയൊക്കെ മനസ്സിലെ ഒരു നന്മ കൊണ്ട് നമുക്ക് ഇത്രയും കാണുന്നതിൽ വളരെ സന്തോഷം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഗുരുദേവൻ അരുളി ചെയ്തതുപോലെ ആശ്വാസ കേന്ദ്രമായിരിക്കും. ഗുരുദേവന്റെ തത്വങ്ങളും മഹത്വങ്ങളും മുറുകെ പിടിച്ചവരാരും പിന്നോട്ട് പോയിട്ടില്ല. ചെറിയ ഉദാഹരണം, ഞാൻ ഇന്ന് ഷാജിമോൻ ജി പറഞ്ഞതുപോലെ മതമൈത്രി സംഗീതമാണ് അറിയപ്പെടുന്നത്. എനിക്ക് ആ കൺസെപ്റ്റ് കിട്ടിയത് തന്നെ ഗുരുദേവന്റെ പഠനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അത് എല്ലാ മതങ്ങളെയും സ്നേഹിച്ചിരുന്നു, എല്ലാ മതങ്ങളെയും അംഗീകരിച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സംഗീതം പഠിക്കുന്ന ഞാൻ സംഗീത കച്ചേരി പാടി, അല്ലെങ്കിൽ ഗാനങ്ങളെ പാടി, അല്ലെങ്കിൽ കുട്ടികൾ സംഗീതം പകർന്നു കൊടുത്താലും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഞാനും ആ ഒരു തരത്തിലുള്ള ഒരു സംഗീതാധ്യാപകനാകാൻ ആഗ്രഹിച്ചില്ല. അത് ഗുരുദേവനെ നിരന്തരം ധ്യാനിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തന്നു മതമൈത്രി സംഗീതം. അത് ഇസ്ലാം കുട്ടികൾക്ക് വേണ്ടി ഇസ്ലാം കീർത്തനങ്ങൾ രചിക്കുക, ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ കീർത്തനങ്ങൾ രചിക്കുക. ഹിന്ദു കീർത്തനങ്ങൾ ധാരാളം ഉണ്ടല്ലോ, അപ്പം ഇസ്ലാം കീർത്തനങ്ങൾ ഇല്ലേ ഇല്ല. അപ്പൊ ഗുരുദേവനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ 15 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പാടിയായിരുന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ, സംഗീത ജീവിതത്തിലെ, നമ്മുടെ കേരളത്തിലെ സംഗീത വിദ്യാർത്ഥികൾ എടുക്കുമ്പോൾ അതെനിക്ക് വളരെ ഒരു മുതൽക്കൂട്ടും എനിക്ക് മുന്നിലോട്ട് പോകേണ്ട ഒരു വഴിയായിരുന്നു. ഇതൊക്കെ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കുന്നമ്പാറ മഠമാറ്റ് കൊച്ചിലേ ഉള്ള ആ ഒരു ശനിയാഴ്ചയോടുള്ള സംഗീത ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഊർജ്ജമാണ്. ഇപ്പൊ പ്രസാദ് സാറ് പറഞ്ഞ പോലെ ആ വിദ്യാഭ്യാസം എങ്ങനെ നേടണം, അതിലൂടെ ബാക്കി എല്ലാം ഉണ്ടാവും, വിദ്യയിലൂടെ എല്ലാം ഉണ്ടാവും. ഞാൻ എന്തൊക്കെയോ മനസ്സിലിവിടെ പറയാൻ വേണ്ടി സ്വരൂപിച്ചു വന്നാണ്. എല്ലാം പ്രസാദ് സാർ പറഞ്ഞു, എന്തൊക്കെയോ മനസ്സിലേക്ക് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, വളരെ ക്ലാസ് മാതിരി. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം. ഇത്രയും ഒരു ഗുരുമന്ത്രി ഇവിടെ വന്നതിൽ ഏറ്റവും പ്രാർത്ഥന എല്ലാവർക്കും ഞാൻ നന്മ നേരുന്നു, സഹകരിച്ച എല്ലാവർക്കും. ഞാൻ ഗുരുദേവനെ പറ്റി ഒരു കീർത്തനം പാടി ആശംസകൾ നേരുന്നു. മതവാദം വേടിഞ്ഞ മഹാമതേ, മതവാദം വേടിഞ്ഞ മഹാമതേ, ജാതിഭേദം
ഒഴിച്ച ശുഭാകൃതേ മതവാദം വെടിഞ്ഞ മഹാമതേ ജാതിഭേദം ഒഴിച്ച ശുഭാകൃതേ മതവാദം വെടിഞ്ഞ മഹാമതേ സതതമിൻ സച്ചരിതം മനനം ചെയ്തിടാൻ ശരണം നൽകി കനിയേണം മതവാദം വെടിഞ്ഞ സതതമിൻ സച്ചരിതം സ്മരണം ചെയ്തിടാൻ താരണം നൽവരം കനിവോടെന്നും മതവാദം വെടിഞ്ഞ മഹാമതേ ജാതിഭേദം ഒഴിച്ച ശുഭാകൃതേ മതവാദം വെടിഞ്ഞ മഹാമതേ മഹാമതേ ശുഭാകൃതേ. എല്ലാവർക്കും നമസ്കാരം. പ്രശ്നം എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ എൻ്റെ പ്രിയ പുത്രം ഷാജിമോൻ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം എത്തി ഞാനത് കാണുമ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം തോന്നി. ഇദ്ദേഹം നമ്മുടെ സാർ നേരത്തെ ഇവിടെ പറയുകണക്ക് ശുദ്ധി, ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് ശുദ്ധിയാണ്. ശുദ്ധി, വിദ്യാഭ്യാസം, എങ്ങനെ പെരുമാറണം, എന്തെടുക്കണം, അത് എങ്ങനെ നമ്മൾ നേടണം, ഇതെല്ലാം ഗുരുദേവനിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ വഴികാട്ടുന്നതും വഴി നടത്തുന്നതും എല്ലാം വ്യക്തിയുടെ സ്വഭാവ രൂപീകരണവും വൃത്തിയും ശുദ്ധിയുമാണ്. പ്രസംഗത്തില് പ്രിയപ്പെട്ട പ്രസാദ് സാർ ഇത് വ്യക്തമായി പറയുകയും ചെയ്തു. ഈ പ്രതിമ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതിന്റെ വാർത്ത ശേഖരിക്കുന്നതിന് വേണ്ടി ഷാജിയോട് വന്നപ്പോൾ കണ്ട കാഴ്ച അതിന് ചെയ്തു. കാരണം അതിന്റെ ആ പ്രതിമ ചെയ്ത ആ ശില്പിയുടെ ഒരു മനസ്സ്, ഗുരുദേവൻ എന്താണെന്ന് പുള്ളി ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് ചെയ്ത പ്രതിമയാണ്. അല്ലെ സാർ? അങ്ങനെയുള്ള ഒരു പ്രതിമയാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അർപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് പൂർണ്ണത കിട്ടും. അതാണ് നമ്മൾ ഗുരുദേവൻ പഠിപ്പിച്ച ഒരു പ്രധാന വഴി. നമ്മൾ ജാതിയും മതവും ഒക്കെ പറയുന്നുണ്ട്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ എന്ന് നമുക്ക് കടന്നുകൂടുമോ അത് നമ്മൾ ഒന്നായിരിക്കാൻ പറ്റും, സന്തോഷം കിട്ടും. ആ സന്തോഷം കുടുംബത്തിന്റെ, സാർ നേരത്തെ പറഞ്ഞു പ്രസിഡന്റ് സെക്രട്ടറി ഇതൊക്കെ പറഞ്ഞു. അച്ഛൻ പ്രസിഡന്റ് ആണെങ്കിൽ ഭാര്യ സെക്രട്ടറിയാണ്, മക്കള് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ. ഇത് മൂന്നും ചേരുമ്പോൾ മാത്രമേ കുടുംബം ഉണ്ടാവുള്ളൂ. ഒരു കുടുംബങ്ങൾ കൂടിയാലേ ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് മാത്രമേ നമുക്ക് എന്ത് നിലനിൽക്കത്തുള്ളൂ. അത് പഠിപ്പിച്ചെന്നത് ഗുരുദേവന്റെ വാക്യങ്ങളാണെന്ന് ഞാനും വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതിമയിൽ കണ്ടത് പഞ്ചലോഹങ്ങളാണ്. ആ പഞ്ചലോഹത്തിന്റെ വിശുദ്ധി, അതിന്റെ ഒരു എന്താ പറയാ, എടുത്തു പറയാത്ത ഒരു ഭയങ്കര, നമ്മൾ ഇംഗ്ലീഷിലെ ഗ്ലാമർ, അതിന്റെ ഒരു കരിസ്മ, ഒരു സൗന്ദര്യം ആ പ്രതിമയിലുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ഈ ഗുരുമന്ദിരത്തിന് ഉണ്ടാകുമായിരുന്നു. ഇതിനുവേണ്ടി പരിശ്രമിക്കുക, ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുപ്പിച്ച പ്രിയപ്പെട്ട ഷാജിമോൻ, നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് സതികുമാർ അടക്കമുള്ള ഈ ശാഖാംഗങ്ങൾക്കെല്ലാം എൻ്റെ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും പ്രസാദ് സാറിന് ഒരു നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ അനുമോദിക്കുന്നതിലേക്ക് വേണ്ടി ഷാൾ അണിയിച്ചാണ് അദ്ദേഹത്തെ അനുമോദിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ഈ ചടങ്ങിലേക്ക്. പാടുമുട്ടം ചന്ദ്രബാബുവിനെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണിച്ചു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബഹുമുഖ പ്രതിഭയ്ക്ക് ഉള്ള അംഗീകാരം ശ്രീ പ്രദീപ് ചെറക്കൽ. അതുപോലെ തന്നെ പ്രവർത്തിച്ചതിൻ്റെ പരിണാമ ഫലമാണിത്. അതിനോടൊപ്പം ഈ നാട്ടിലെ
നല്ലവരായ ഈ സാക്ഷിയിലെ അംഗങ്ങൾ, മറ്റ് നല്ല മനസ്സിലാണ്. ഈ 2ാം ദിനമാണെന്ന്. നാളെയാണ് നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം. ഏറെ സന്തോഷമുള്ളൊരു ദിനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ 28 വർഷത്തിൻ്റെ കാത്തിരിപ്പിലാണ്. അടുത്തതായി നമ്മുടെ മുട്ടക്കാട് ഷാഹിയുടെ തന്നെ മോഹൻ സാറിന് എൻ്റെ പേരിലും മുട്ടക്കാട് ഷാഹിയുടെ പേരിലും കൂടി